അനിയന്മാർക്ക് സ്കൂളിൽ പോണം. പക്ഷെ ബുക്കും ചെരുപ്പും വീട്ടിനകത്താ. നല്ലവരായ അങ്കിൾമാരും ആന്റിമാരും ഞങ്ങളൊന്ന് സഹായിക്കോ? എനിക്ക് പറയാനുള്ള കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എല്ലാവരും കൂടെ ചേർന്നുണ്ടെങ്കിൽ സഹായം ചെയ്തവരെ ജീവിതത്തിൽ വീട് വേണമെന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ ബാങ്കുകാർ ഞങ്ങളെ വീട് പൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളിപ്പം കിടക്കുന്നത് കാണിച്ചു തരാം. വാ. അനിയന്മാര് 4 കിടക്കുന്ന സ്ഥലം. ഇവിടെയാണോ നിങ്ങൾ ഇപ്പൊ കിടക്കുന്നത്? ഇവിടെയാണ് പഠിക്കുന്നത്. ഇത് എന്റെ കളപ്പാട്ടവും ഉടുപ്പുകളും ഇവിടെയാണ് ഇരിക്കുന്നത്. കൂട്ടിക്കൊണ്ടു പോയ ശേഷം ഞാനും അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എന്റെ അനിയന്മാരും ഈ ഷെട്ടിലാണ് കിടക്കുന്നത്. ചെറിയ സ്കൂളിൽ. കൊട്ടയത്ത്. ഇല്ലായിരുന്നു. ചെരുപ്പും ബുക്കും വീട്ടിനകത്താ. ലോൺ എടുത്തത്. ഇപ്പൊ അത് 11.5 ലക്ഷമായി. അവര് വന്ന് ഇറക്കി ഞങ്ങളെ പൂട്ടി സീല് വെച്ചോണ്ട് പോയി. ഞങ്ങളിപ്പോ ഈ ഷെഡിലാ കിടക്കുന്നത്. ഷെഡില് പാമ്പോ ചേരയോ പട്ടിയോ ഒക്കെ വന്ന് കേറുന്നു. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ കിടക്കും? എവിടെ പോവും? നല്ലവരായ നാട്ടുകാർ ഞങ്ങളെ സഹായിക്കുകയും അങ്ങനെ ഒരു 5-6 വർഷം കൊണ്ട് വീട്ടുവേലയ്ക്കും തൊഴിലുറപ്പിനൊക്കെ പോയി എങ്ങനെയെങ്കിലും ചെലവ് നടക്കുന്നു. ചേട്ടനാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാതെ ഇപ്പോഴും കണ്ണിന് കാഴ്ചയില്ല. ഇപ്പോഴും അയാളെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഒരു കുഴപ്പമില്ല. ഞാൻ കഷ്ടപ്പെട്ട് കൊച്ചുങ്ങളെ പഠിക്കാൻ വേണ്ടിയും ഫീസ് കൊടുക്കാനായാലും ഭർത്താവ് മോക്ക് സുഖമല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും വന്നാലായി, വന്നില്ലായി. നമ്മൾ അസുഖമുള്ളൊരു കൊച്ചിനെ പിടിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. പക്ഷെ മക്കളെ പ്രസവിച്ചതിന് ശേഷം അവർക്ക് അസുഖം വന്നിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ വെച്ച് 5-6 ദിവസമായി നല്ല ആഹാരം വെച്ച് കൊടുത്തിട്ട് സ്കൂളിൽ പോലും വിട്ടില്ല. അവരെ ചെരുപ്പ് അവിടെ കിടക്കുന്നു. ഞാൻ പറയും സ്കൂളിൽ പോകും, എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകും. ചെരുപ്പ് വരെ അകത്ത് കിടക്കുന്നു. എനിക്ക് വീട്ടു ജോലിക്ക് പോലും ഇറങ്ങിപ്പോവാൻ വയ്യ. മോളെ ഞാൻ എന്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടാ പോണത് ജോലിക്ക്. മൂത്ത മോളെ കിടക്കുന്നു. അങ്ങനെ എത്രയും പേരെയും കൂടെ ഒരേ വീട്ടിലൊക്കെ ചെന്ന് കിടത്തുവോ? ഞങ്ങൾ എത്രയും പേരെയൊക്കെ 1-2 പേരായിരുന്നെങ്കിലും വേണ്ടിയില്ലായിരുന്നു. സഹോദരങ്ങളായാലും ആരായാലും അവർക്കൊരു കിടക്കുന്നതിനൊക്കെ വേവിച്ച് ആഹാരം തരുന്നതിന് ഒരു പരിധിയില്ലേ. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഇവിടെ തന്നെ കഞ്ഞി വെച്ച് കുടിച്ച് ഇവിടെ കിടക്കി. ഷെഡിൽ എന്റെ ആങ്ങളെ മെനിയാന്ന് മഴ ചാറിയപ്പോ എടുത്തോണ്ട് പോയി 3 കൊച്ചുങ്ങളെ മോളെയും വിളിച്ചോണ്ട് പോയി. പിന്നെ അവരെ വീട്ടിൽ എപ്പോഴും പോയിക്കൊണ്ട് കിടത്താനൊക്കെ എല്ലാരെയും മനസ്സൊരേ കണക്കാണ്. ഞാൻ ഭർത്താവ് കൂടെ ഇവിടെ കിടന്നു. പോകുന്ന വഴി ഞങ്ങൾക്ക് ഇത് തുറന്നു തന്ന അകത്ത് കയറി കിടന്നാൽ നമുക്ക് ആരെങ്കിലും സഹായിക്കുക, എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്തോ ഒക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അടയ്ക്കാം. എങ്ങനെയൊക്കെ സഹായിക്കുകയും കൂടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പോവാനൊരു ഇടമില്ല. എന്റെ മകൻ വിറ്റാൽ പോലും പൈസ കിട്ടത്തില്ല. ആ ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്നുമില്ല. എനിക്ക് എവിടെയെങ്കിലും 2 സെന്റ് മേടിക്കാൻ. ഞാൻ എവിടെ പോയി കുഞ്ഞുങ്ങളെയും കൊണ്ട്? അതുകൊണ്ട് ബാങ്കില് ഉള്ള കട ഞങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കാം. അതുപോലെ ആരെങ്കിലും സഹായിച്ചാലും കൂടിയൊക്കെ തീർന്ന് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കും. എന്റെ പേര് വിനോദനാണ്. ഞാൻ എനിക്ക് മകളുടെ കല്യാണത്തിന് വേണ്ടി ലോൺ എടുത്തായിരുന്നു. 7 ലക്ഷം രൂപ ലോൺ എടുത്തായിരുന്നു. ഒരു 3-4 ഇൻസ്ട്രുമെന്റ് അടച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നായിരുന്നു. കോവിഡ് വന്ന പിന്നെ എനിക്ക് 2 വർഷം അടയ്ക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് കണ്ണിന്റെ തിമിരത്തിന്റെ ഇതിൽ എനിക്ക് 2 വർഷം പോയി. അതുകൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു 5 വർഷമുള്ളതായി. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്നെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ്. അപ്പൊ ഒരു ബാങ്ക് വന്ന് എന്റെ വീട് കഴിഞ്ഞ ശനിയാഴ്ച വന്ന് പൂട്ടി പിന്നെ ബാക്കിൽ ലോക്കും ചെയ്ത് സീലും അടിച്ചിട്ട് പോയേക്കണം. എന്റെ കൊച്ചുങ്ങള് 3 കൊച്ചുങ്ങളും ഭാര്യയും ഞാനും പിന്നെ അമ്മുമ്മയും നമ്മൾ പുറത്താണ് കിടക്കുന്നത്. കാരണം ഈ മഞ്ഞത്താണ് കിടക്കുന്നത്. നമുക്ക് കുട്ടികളുടെ സ്കൂളിലെ യൂണിഫോമും ചെരുപ്പ് വരെ അതിൻ്റെ അകത്ത് കിടക്കുക. നമുക്കിത് ഒന്നും എടുക്കാൻ പറ്റാത്ത കണ്ടിട്ട് നമ്മൾ കഞ്ഞി കയറി വയ്ക്കുന്ന പുറത്താണ്. നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. വേറെ കഞ്ഞി മാത്രമാണ് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടാക്കിയിട്ടാണ് ആ ബാങ്കുകാർ പോയേക്കുന്നത്. കാരണം എനിക്ക് 10 വർഷം കൊണ്ട് എന്റെ സമയം ഉണ്ടായിരുന്നു ബാങ്കിന്. ഇപ്പൊ 5 വർഷമാകുമ്പോൾ അവർ ഇത് വന്ന് ചെയ്തേക്കും. കൊട്ടിയം കേരള ബാങ്കാണ്. ഞാൻ 7 ലക്ഷം രൂപയാണ് എടുത്തത്. ഇപ്പം 11,50,000 രൂപ എന്നാണ് അവർ പറയുന്നത് പലിശ. 5 വർഷമേ ഉള്ളൂ. ഇപ്പൊ 2 വർഷം ഈ കൊറോണയുടെ ഇതും പോയി, 2 വർഷം കണ്ണിന്റെ ഇതും പോയി. ഞാനൊരു 6 ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടുണ്ട്. അല്ലാതെ 10-50 അകത്ത് അടച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ കണ്ണിന്റെ പ്രശ്നം, ഈ കൊറോണയുടെ പ്രശ്നം വന്നാണ് നമ്മൾ അടവ് മുടങ്ങിയത്. അനിയന്മാർക്ക് സ്കൂളിൽ പോണം. പക്ഷെ ബുക്കും ചെരുപ്പും വീട്ടിനകത്തവരായ അങ്കിൾമാരും ആന്റിമാരും ഞങ്ങളൊന്ന് സഹായിക്കോ?